ഇതിപ്പോൾ എനിക്കറിയാവുന്നേ നമ്മളുടെയൊക്കെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു മകൻ്റെ ഒരു ഇഷ്യൂ കുറേ നാളായിട്ട് ഇയാൾക്ക് പോകാൻ ബുദ്ധിമുട്ട് സ്കൂളിൽ. അപ്പോൾ പിന്നീട് നമ്മൾ കൗൺസിൽ ചെയ്തപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവൻ്റെ ചെസ്റ്റ് വന്ന് പിടിക്കാൻ തുടങ്ങി. അതെന്താ അങ്ങനെ പിടിച്ച് അത് വളരെയധികം താഴേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് പല കുട്ടികളുടെയും പല കോളേജിൽ പോകുന്ന കുട്ടികളുടെയും പ്രശ്നമായിരിക്കും ഇത്. അപ്പോൾ ബ്രസ്റ്റ് ചെസ്റ്റ് കൂടുതലുള്ള ആമ്പിള്ളേർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ഗൈനക്കോമാസ്റ്റേ പറയാം. ഗൈനക്കോമാസ്റ്റേ പറഞ്ഞാൽ മിക്കവാറും പേഷ്യൻസ്ക്ക് അത് ബ്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. അത് ഒരു ട്രൂ ഗൈനക്കോമാസ്റ്റിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ബ്രസ്റ്റ് ഇഷ്യൂടെ കൂടെ ഫാറ്റ് കൂടുതലുണ്ടാവും. സോ അത് സൂഡോ ഗൈനക്കോമാസ്റ്റിയാണ് നമുക്ക് പറയുന്നത്. സോ ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഒരു സിമ്പിൾ പ്രൊസീജിയർ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡേ കെയർ പ്രൊസീജിയറാണ് നമുക്ക് പറയാനും. ഈ പ്രൊസീജിയർ നമുക്ക് ഒരു ഹിഡൻ ഏരിയാസിൽ നമുക്ക് ഒരു ഇൻസിജൻ ഇട്ടിട്ട് നമുക്ക് ഈ ലൈപ്പോസക്ഷൻ വഴി നമുക്ക് ഈ ഫാറ്റ് വലിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കീ ഹോൾ പോലെ ഒരു ചെറിയ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ബ്രസ്റ്റ് ഇഷ്യൂ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഓക്കെ. അതപ്പോൾ ആ മാർക്സ് എന്തെങ്കിലും അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ്സിന് സോ ഈ നമുക്ക് ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർജറി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സർജിക്കൽ ആക്സസ് നമുക്ക് ഈ മുറിവ് ഉണ്ടാക്കുന്ന സ്ഥലം നമുക്ക് ഒരു ഹിഡൻ ഏരിയാസിൽ നമുക്ക് ഉണ്ടാക്കും. സോ ഇറ്റ് ഡസൻ ബിക്കം ദാറ്റ് മച്ച് അത് അത്ര വിസിബിൾ ആവത്തില്ല. പിന്നെ സോ പെട്ടെന്ന് ആൾ അങ്ങനെ ഷർട്ട് ഊരി അത് നോക്കിയാൽ അത് ഓബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ മുറിവ് ഉണ്ടാക്കും.